അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്രോച്ചസ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് നമുക്കറിയാം. അതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അപ്രോച്ചുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്രോച്ചസ് പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം, ആദ്യം എന്താണ് പ്രിപ്പയർഡ്നെസ്. ഒരു ദുരന്തത്തിന് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. അപ്പോൾ പ്രിപ്പയർഡ്നെസ്സിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ടായിട്ട് റെസ്പോൺസ്. ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലാണ് നമ്മൾ സെർച്ച്, റെസ്ക്യൂ തുടങ്ങിയ കാര്യങ്ങൾ പഠിച്ചത്. അത് കഴിഞ്ഞിട്ടായിട്ട് ഇനി പറയാൻ പോകുന്നത് റിക്കവറിയിൽ വരുന്നതാണ്. റിക്കവറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ റിക്കവറിയിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിഹാബിലിറ്റേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ആർ ദി ഹാർട്ട് ഓഫ് ദി ഡിസാസ്റ്റർ റിക്കവറി ഫേസ്. അപ്പം മൂന്നാമത്തെ ഫേസ് ആണ് റിക്കവറി. അതിൽ ഏറ്റവും പ്രധാനമാണ് റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന കാര്യം. അതുപോലെ റിഹാബിലിറ്റേഷൻ മാത്രമല്ല, റീകൺസ്ട്രക്ഷൻ. റിഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പുനരധിവസിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ദുരന്തം നടന്നു, അവിടെയുള്ള ആൾക്കാരെ നമ്മൾ രക്ഷിച്ചു, സെർച്ച് ആൻഡ് റെസ്ക്യൂ ഉപയോഗിച്ച് രക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളവരെ പുതുതായിട്ട് താമസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു, അവരെ ആ ദുരന്തത്തിൽ നിന്ന് വിമുക്തരായതിന് ശേഷമുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഹാർട്ട് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, there is rehabilitation and reconstruction activities which follow the disaster response stage. അപ്പോൾ റെസ്പോൺസ് സ്റ്റേജ് അല്ലേ, അതിനോട് പ്രതികരിക്കുക, സെർച്ച് ആൻഡ് റെസ്ക്യൂ ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റെപ്പാണ് ഈ പറയുന്ന റിഹാബിലിറ്റേഷനും റീകൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും. എയിം അറ്റ് അച്ചീവിങ് ലോങ് ടേം റിക്കവറി. Disaster recovery is a very significant stage in the disaster management cycle, as this when the support of governmental and non-governmental agencies in disaster aftermath usually starts receding and the affected community has to fend for itself. At this stage, the role of community and a self-help group becomes paramount, since they can make a mark the crucial link between disaster response and disaster recovery. അത് പറയുന്നത് ഗവൺമെൻറ്റും അതുപോലെ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ഒക്കെ ചേർന്ന് നിന്നിട്ടാണ് ഈ പ്രവർത്തനം നടപ്പിലാക്കുന്നത്. മാത്രമല്ല, അതിൻ്റെ കൂടെ ആ സമൂഹം, ആ ദുരന്തത്തെ നേരിട്ട സമൂഹം, അതുപോലെ അവിടെയുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, ഇവരൊക്കെ ചേർന്നിട്ട് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ഈ റിഹാബിലിറ്റേഷൻ, റിക്കവറിക്കും റെസ്പോൺസിനും ഇടയിലുള്ള കാര്യങ്ങൾ. It also needs to be kept in a view that entire rehabilitation and reconstruction process have to be attuned towards the developmental goals. Unless we understand the relationship between the recovery and development, issues and challenges facing the rehabilitation and reconstruction process cannot be met. The unit examines the pertinent issue of disaster development. It throws light on the concept and principles of rehabilitation and reconstruction that must make a way for larger disaster recovery processes by examining post-tsunami aftermath. It also analyzes the problems faced by the planners and the implementers in the rehabilitation and reconstruction process. അപ്പോൾ ഈ ദുരന്തവും അതുപോലെ വികസനവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം അല്ലേ. വളരെയധികം വികസനം നമ്മൾ നടത്തുന്നുണ്ട്, ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, പലതരത്തിലുള്ള ഡിസാസ്റ്റേഴ്സും സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു ഡെവലപ്മെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റോട് കൂടി, ഇല്ലെങ്കിൽ ഒരു ദുരന്തം നടക്കും എന്നുള്ള ആ ഒരു ബന്ധത്തെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്നാണ് പറയുന്നത്. അതായത് എന്താണ് റിഹാബിലിറ്റേഷൻ ഓർ റീകൺസ്ട്രക്ഷൻ ദ പ്രോസസ് ഓൾസോ ഹാവ് കണക്ഷൻ വിത്ത് ദി ഡെവലപ്മെന്റൽ ഗോൾസ്. ഓക്കെ, ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിക്കവറി ആൻഡ് ഡെവലപ്മെന്റ്. ഒന്നിൽ നിന്നും മോചനം നേടുക, അതുപോലെ വികസനം, രണ്ടും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് ഫേസിങ് ദ റിഹാബിലിറ്റേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ പ്രോസസ് കനോട്ട് ബി മെറ്റ്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് പലതരത്തിലുള്ള ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യപ്പെടും. ഒരു റിഹാബിലിറ്റേഷൻ്റെ സ്റ്റേജിലാണ് പലതും തീരുമാനിക്കുന്നത്. ഇനി ഇവിടെ ദുരന്തം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അടുത്തത് എന്താണ് ദ കൺസെപ്റ്റ് ഓഫ് റിഹാബിലിറ്റേഷൻ എന്താണെന്ന് നോക്കാം. ആസ് വി ഓൾ നോ, ദ ഡിസാസ്റ്റർ റിക്കവറി സ്റ്റേജ് ഇൻ ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ ഫാൾസ് ബിറ്റ്വീൻ ദ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫേസ് ആൻഡ് ഓവറോൾ ഡെവലപ്മെന്റ് ഫേസ്. Thus, it is necessary to vital interlinkages between all the three phases to be established.
It could be achieved through systematic planning and implementation of a long-term recovery program with the disaster aftermath. അതായത് നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിളിൽ ആദ്യം പ്രിപ്പയർഡ്നെസ്, പിന്നെന്താണ് റെസ്പോൺസ്, റിക്കവറി, മിറ്റിഗേഷൻ അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ദുരന്തം ഉണ്ടാവുന്നതിന് മുമ്പുള്ള അല്ലേ ഒരു സ്റ്റേജാണ്. ഒന്നിനോട് ഒന്ന് ലഘൂകരിക്കാനുള്ള മിറ്റിഗേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലും അതുപോലെ റെസ്പോൺസും. അപ്പം അതിൻ്റെ ഇടയിൽ വരുന്നതായതുകൊണ്ട് തന്നെ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു സ്റ്റേജിന്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം മനസ്സിലാക്കി അറിഞ്ഞ് എന്താണ് നല്ല ലോങ് ടേം റിക്കവറി പോളിസീസ് ഒക്കെ പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു സ്റ്റേജാണിത്. മനസ്സിലായല്ലോ. ഈ റിഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ റിക്കവറി മനസ്സിലായോ, ഒരു ദുരന്തത്തിൽ നമ്മൾ നേരിട്ടു, ഇനി അത് ഉണ്ടാവരുത് എന്നും കൂടി ചിന്തിക്കേണ്ട ഒരു കാലമാണ് ഏത് ഈ റിക്കവറി സ്റ്റേജ്. ആ സ്റ്റേജിൽ നമ്മൾ പെട്ടെന്നൊരു പുനരധിവാസം, പെട്ടെന്ന് ആൾക്കാരെ ഒരു സുനാമി വന്നു, ആൾക്കാരൊക്കെ കുറെ പേരുടെ വീടൊക്കെ നഷ്ടപ്പെട്ടു, വീണ്ടും വീട് കെട്ടിക്കൊടുക്കാന്ന് മാത്രമല്ല അവിടുത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പകരം എന്താണ്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതുപോലെ ഇനിയൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നേരിടാനുള്ള കഴിവും കൂടി ഉണ്ടാവുക. ഇനിയൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ വീടുകൾ തകരാതെ നോക്കണം, അവരെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ആലോചിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് ടേം പ്രോസസ് ആണെന്നാണ് പറയുന്നത്. Rehabilitation and reconstruction operations are integral to disaster recovery. They provide a direct connect between disaster response and long-term development. The two activities, however, do not have similar connotation. Rehabilitation involves restoring local services related to the provision of immediate needs. അപ്പോൾ ഈ കൺസെപ്റ്റ് ഓഫ് റിഹാബിലിറ്റേഷൻ എന്നുള്ള ഭാഗത്ത് ഈ പോയിന്റ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ ഡിസാസ്റ്റർ റെസ്പോൺസ് ആൻഡ് ലോങ് ടേം ഡെവലപ്മെന്റ്. ആ പോയിന്റ് ഓർത്ത് വെക്കുക. ഡിസാസ്റ്റർ റെസ്പോൺസ് എന്താണ്, ഒരു ദുരന്തത്തോട് നമ്മൾ പ്രതികരിക്കുന്നു അല്ലേ. ഇനി അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിതിനെ ഒരു പ്രതികരണം ഉണ്ടാവുന്നു അല്ലെ. ആ ഒരു പ്രതികരണം, ആ റെസ്പോൺസും നമ്മുടെ ഡെവലപ്മെന്റ്, ലോങ് ടേം ഡെവലപ്മെന്റ് തമ്മിൽ ബന്ധമുണ്ട്. കാരണം എന്താണ്, നമ്മൾ ഒരു തവണ ദുരന്തം വന്ന് അവരെ രക്ഷിച്ച് അവർക്കൊരു പുതിയ ജീവിതം ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അതൊരു ഡെവലപ്മെന്റ് ഭാഗമാണ്. അത് പഴയ പോലെ തന്നെയാണ് നമ്മൾ കെട്ടിക്കൊടുക്കുന്നത്. എന്താണ്, അത് ലോങ് ടേം ഡെവലപ്മെന്റ് അല്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇതേപോലെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ലോങ് പ്ലാനിങ് എന്നുള്ളതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഈ റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് വെറുതെ ഒരു റിസ്റ്റോറിങ് ഓഫ് ലോക്കൽ സർവീസസ് റിലേറ്റഡ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ഇമ്മീഡിയറ്റ് നീഡ്സ് അല്ല. കാരണം എന്താണ്, പെട്ടെന്ന് റിഹാബിലിറ്റേഷൻ പുനരധിവസിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൾക്കാരൊക്കെ രക്ഷിക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല ഉള്ളത്. It implies a systematic return to pre-disaster status. It refers to the actions taken into aftermath of a disaster to enable basic services to resume functioning, assist victims' self-help efforts to repair physical damage. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ ഒരു ഡിസാസ്റ്ററിന് മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പൊ ഒരു സുനാമി വരുന്നതിന് മുമ്പ് ആ കടൽ തീരം എങ്ങനെയായിരുന്നോ അങ്ങനെ ആക്കി തീർക്കലാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കണം, അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതും അതുപോലെ അതിനാവശ്യമുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ എടുക്കുകയും അതുവഴി ഒരു സ്മൂത്ത് ഫങ്ഷനിങ്, തിരിച്ചും പഴയ പോലെ തന്നെ ആവാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കി എടുക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ revive economic activities and provide support for the psychological and social well-being of survivors. അതായത് ഒരു ദുരന്തം നേരിട്ട ഒരു വ്യക്തി, ചിലപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സുനാമി വന്ന് ഒരാളുടെ കുടുംബം മൊത്തം പോയി, ആ ആൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ആ ആളുടെ മൈൻഡ് എന്തായിരിക്കും അല്ലേ. ആ ആളുടെ ഫിസിക്കലി, മെന്റലി, അതുമാത്രമല്ല എക്കണോമിക്കലി എല്ലാം കൊണ്ടും തകർത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ ആൾക്ക് എല്ലാ രീതിയിലുള്ള റിഹാബിലിറ്റേഷനും കൊടുക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ. അതായത് ഒരാളുടെ കംപ്ലീറ്റ് ലൈഫ് എങ്ങനെയായിരുന്നോ മുമ്പ് അതുപോലെ ആക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ഈ റിഹാബിലിറ്റേഷനിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് മേ ബി കൺസിഡേർഡ് ആസ് ദ ട്രാൻസിഷണൽ ഫേസ് ബിറ്റ്വീൻ ഇമ്മീഡിയറ്റ് റിലീഫ് ആൻഡ് മേജർ ലോങ് ടേം ഡെവലപ്മെന്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു റിഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഈ റിക്കവറി ഫേസിനെ
ഇങ്ങനെയും പറയാം. എങ്ങനെയാണ്? ഒരു ട്രാൻസിഷണൽ ഫേസ് ആണെന്ന് പറയാം. ഒരു ചേഞ്ചിങ് ഫേസ് ആണ് ഇതെന്ന് പറയാം. എങ്ങനെ? പെട്ടെന്നുള്ള ഒരു റിലീഫിൽ നിന്നും എങ്ങനെ ഒരു ലോങ് ടേം ഡെവലപ്മെന്റിലേക്ക്. അവർക്ക് ഇപ്പോൾ ഒരാളെന്താണ് സുനാമി ബാധിച്ച് ഇല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി അപകടം സംഭവിച്ച ആ ആൾക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടമായെന്ന് വിചാരിക്കും. അപ്പൊ അയാൾക്ക് പെട്ടെന്ന് കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ അയാൾ ഇനിയൊരു ദുരന്തം വരുന്നത് വരെ ഉള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഈ ലോങ് ടേമും ഇമ്മീഡിയറ്റ് ആയിട്ടും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റീഹാബിലിറ്റേഷൻ മനസ്സിലായല്ലോ. അടുത്ത റീകൺസ്ട്രക്ഷൻ ഓൺ ദ അതർ ഹാൻഡ് റെപ്രസെന്റ്സ് ലോങ് ടേം ഡെവലപ്മെന്റ് അസിസ്റ്റൻസ് which could help people in the affected areas to rebuild their lives and meet their present and future needs. It takes into account reduction of future disaster risk. Rehabilitation may not necessarily restore the damages, the structures and resources in their previous form or location. It may include the replacement of temporary arrangement established as part of the emergency response or the upgradation of infrastructure and systems from pre-disaster status. റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം തകർന്നു പോയിട്ടുണ്ടാവും അല്ലെ? ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ എല്ലാം തകർന്നു പോയിട്ടുണ്ടാവും. ഇപ്പൊ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള എല്ലാ സംഭവങ്ങളും ഇടിഞ്ഞ് തകർന്നു വീണ് എല്ലാം പോയിട്ടുണ്ടാവും. അപ്പൊ അതിനെ എന്താണ് തിരിച്ച് ആ നിലയിലാക്കുക. റീബിൽഡിങ് ദർ ലൈഫ്. ഇപ്പൊ ഒരാൾ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും ഒരു വീട് കെട്ടിയുണ്ടാക്കിയിട്ടുണ്ടാവുക. അത് മൊത്തം ഒരു എർത്ത് ക്വേക്ക് വഴി പോയി എന്ന് വിചാരിക്കുക. അപ്പൊ ആളുടെ ജീവിതവും കൂടി അവിടെ തകർന്നു പോകണം. അതിനെ നമ്മൾ റീബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതാണ് റീബിൽഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ജീവിതം കെട്ടിപ്പടുക്കണം പുതിയതായിട്ട്. മാത്രമല്ല അവരുടെ ഇന്നത്തെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതിന്റെ ആവശ്യകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഓഫ് റിഡക്ഷൻ ഓഫ് ഫ്യൂച്ചർ ഡിസാസ്റ്റർ റിസ്ക്. അപ്പൊ ഇങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുന്നതിന്റെ റിസ്ക് കുറക്കേണ്ടതിന്റെ ആവശ്യകതയും ഇമ്പോർട്ടൻ്റ് ആണ്. Rehabilitation may not necessarily restore the damaged structures and resources in their previous form or location. ചിലപ്പോൾ ഈ റീകൺസ്ട്രക്ഷൻ കൊണ്ട് നമുക്കെല്ലാം പുതിയതാക്കാൻ പറ്റില്ല അല്ലേ? പണ്ടുണ്ടായ പോലെ എല്ലാത്തിനും ആക്കിയെടുക്കാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. എന്നാലും ഒരു ചെറിയൊരു അളവെങ്കിലും അവർക്ക് ശരിയാക്കാൻ വേണ്ടി പറ്റും. അതൊരു നെസസറി കാര്യമല്ല. എല്ലാം പഴയ പോലെ ആക്കുക എന്നുള്ളത് ഒരു നെസസറി ഇല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. എന്നാലും അത് ചെയ്തു കൊടുക്കേണ്ടത് ആവശ്യമുള്ളത് തന്നെയാണ്. ഇറ്റ് മേ ഇൻക്ലൂഡ് ദ റീപ്ലേസ്മെന്റ് ഓഫ് ടെമ്പററി അറേഞ്ച്മെന്റ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് പാർട്ട് ഓഫ് എമർജൻസി റെസ്പോൺസ് ഓർ ദി അപ്ഗ്രഡേഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റംസ് ഫ്രം പ്രീ ഡിസാസ്റ്റർ സ്റ്റേറ്റസ്. എന്താ പറയുന്നത്? അപ്പോൾ ഓൾറെഡി അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പൊ ഒരാളുടെ വീട് എന്ന് പറയുന്നത് ഉണ്ടായിട്ടുണ്ടാവാം, അത് പോയിട്ടുണ്ടാവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു ടെമ്പററി ആയിട്ട് പുതിയ ഒന്ന് കെട്ടിക്കൊടുക്കുന്നു. അല്ലാണ്ട് പഴയതിനെ ഇനി റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. പകരം അയാളുടെ ആ സ്ഥലത്ത് വേറൊന്ന് ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതൊക്കെ റീകൺസ്ട്രക്ഷന്റെ ഭാഗമാണ്. For instance, the following a damaged hurricane, the rehabilitation of power lines would aim to restore the system as rapidly as possible so that the essential services would continue to function, where the reconstruction of power lines would aim to rebuild and rehabilitate system to higher and safer standard than before, so that the future is to the power lines, a similar damaging event could be reduced. ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊടുങ്കാറ്റുണ്ടായി, ഹറിക്കെയിൻ ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെ വൈദ്യുതി ലൈനുകൾ, പവർ ലൈൻസ് ഉണ്ടാവും, കട്ടായി പോകും അല്ലേ? എല്ലാം ഇപ്പൊ ഒരു മഴ വന്നു കഴിഞ്ഞാലും കാറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് കറണ്ടാണ്. അപ്പൊ ആ കറണ്ട് പൊട്ടെന്ന് കട്ടായി പോകും. അപ്പോൾ അതിന് റീസ്റ്റോർ ചെയ്യേണ്ടത് ആവശ്യമുണ്ട് അല്ലേ? റീകൺസ്ട്രക്ട് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രധാനം. ഇല്ലെങ്കിൽ എന്താണ്, അവിടേക്കുള്ള സർവീസസുകൾ ഇപ്പോൾ എന്താണ് ടവറുകൾ ഇതൊന്നും പ്രവർത്തിക്കില്ല, കറണ്ട് ആവശ്യമായിട്ട് വരും, അതൊക്കെ കിട്ടൂല. അപ്പൊ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, റീകൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാളും വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഒരു കാറ്റ് കൊണ്ടോ മഴ കൊണ്ടോ തകരാത്ത രീതിയിൽ ഉണ്ടാക്കാനായിരിക്കും അവര് ശ്രമിക്കുന്നുണ്ടാവുക. മനസ്സിലായല്ലോ? Reconstruction must be fully integrated into long-term developmental plans, taking into account future disaster risk and possibilities to reduce them by incorporating appropriate measures.
ഇപ്പോൾ ഒരു തവണ ദുരന്തം ഉണ്ടായി പോയി, വീണ്ടും ദുരന്തം ഉണ്ടാകുമ്പോൾ പോവാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ വളരെ നന്നായിട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ. ഇതാണ് ഇവിടെ പറയുന്നത്. ഇത് തന്നെ റിപ്പീറ്റ് ആയിട്ട് പിന്നെയും പറയുന്നുണ്ട്. As we have mentioned before, the term recovery is used to embrace both rehabilitation and reconstruction activities. Both activities may require aftermath of a disaster. One does not essentially exclude the other. It should be also remembered that rehabilitation and reconstruction do not always safeguard full recovery. അപ്പം നമുക്ക് ഈ റീഹാബിലിറ്റേഷൻ റീകൺസ്ട്രക്ഷൻ പ്രോസസ്സുകളും ഉണ്ട്. എല്ലാം പഴയപടി ഇല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് റിക്കവറി ഉണ്ടാക്കി തരുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഡിസാസ്റ്റർ കഴിഞ്ഞുള്ള കണക്കുകൂട്ടലുകളിൽ എന്താണ്, ഇറ്റ് മേ ടേക്ക് ലോങ്ങർ ടു റിട്ടേൺ ടു നോർമൽസി ഓർ in some situations. The total recovery may never be possible. It is therefore possible to suggest a model time frame. ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പഴയ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതിൻ്റെതായ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. The distinction between rehabilitation and reconstruction is not watertight, but they have to be well incorporated into a long-term disaster recovery plan. A comprehensive rehabilitation and reconstruction on a broad recovery plan should take into consideration both the physical and non-physical requirements of the community. Failing to address long-term recovery could have adverse consequences. എന്താ പറയുന്നത്, ഇതും നേരത്തെ പറഞ്ഞതിൻ്റെ റിപ്പീറ്റേഷനാണ്. ഈ റിഹാബിലിറ്റേഷനും കൺസ്ട്രക്ഷനും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ല, അത്ര ഒരു ക്ലിയർ കട്ട് വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഇത് തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് തമ്മിൽ ഒരു വെൽ ഇൻകോപ്പറേഷൻ, അവർ തമ്മിൽ പരസ്പരം നല്ല ബന്ധം ഉണ്ടായിരിക്കണം അല്ലേ, റീകൺസ്ട്രക്ഷനും റീഹാബിലിറ്റേഷനും. ഇപ്പോൾ റീഹാബിലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെ പുനരധിവസിപ്പിക്കാൻ എന്ത് ചെയ്യണം, അവിടെ റീകൺസ്ട്രക്ഷൻ നടക്കണം അല്ലേ. എന്താണോ അവരുടെ സാഹചര്യം അത് വീണ്ടും ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ വളരെ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു ലോങ് ടേം റിക്കവറി പ്ലാൻ ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. റിക്കവറി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ നിന്ന് പുറത്തു വരിക. അപ്പോൾ നമ്മളൊരു ലോങ് ടേം ആയിട്ട് വളരെ കാലത്തേക്ക് വേണ്ടി ആ ഒരു പ്ലാനുകൾ, ഒരു ഡിസാസ്റ്ററിൽ നിന്ന് മോചനം ഉണ്ടാവാൻ വേണ്ടി, ഇനിയൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടി ഒരു ലോങ് ടേം പ്രോസസ് തന്നെ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. മാത്രമല്ല, കോംപ്രഹെൻസീവ് റീഹാബിലിറ്റേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ബ്രോഡ് റിക്കവറി പ്ലാൻ ഷുഡ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ബോത്ത് ഫിസിക്കൽ ആൻഡ് നോൺ ഫിസിക്കൽ റിക്വയർമെന്റ്സ് ഓഫ് ദി കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിനോ ഒരു പ്രത്യേക ഒരു അവസ്ഥയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല അല്ലേ. ഇപ്പോൾ റീകൺസ്ട്രക്ഷൻ, ഇപ്പോൾ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, അവിടുത്തെ മണ്ണ് മാറ്റി അവിടെ പുതിയ വീട് കെട്ടി അവരെ താമസിപ്പിച്ചു, അത് മാത്രമല്ല ഒരു കൺസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വെറും ഫിസിക്കലായിട്ടുള്ള കാര്യമാണ് അല്ലേ, നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും മാറ്റങ്ങൾ ഉണ്ടാക്കണം അല്ലേ. ഇപ്പോൾ ഒരു ഷോക്ക് തന്നെയാണ് ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത് അല്ലേ. ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എല്ലാം തകർന്നു പോയ ഒരാളുടെ മനസ്സിന്റെ അവസ്ഥയായിരിക്കില്ല മുമ്പ് ഉണ്ടായിരുന്നിരിക്കുക. അപ്പോൾ ഒരു ഫിസിക്കൽ ആൻഡ് ഓൾസോ നോൺ ഫിസിക്കൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ജീവിക്കുന്ന ഒരു ഏരിയ, അവിടെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി, അവിടെ എന്ത് സംഭവിച്ചു, അവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മൊത്തമായിട്ട് പോയി. അപ്പൊ അവർക്ക് നാളത്തെ കുറിച്ചൊരു ടെൻഷൻ ഉണ്ടാവും, ആ കമ്മ്യൂണിറ്റിക്ക് അല്ലെ, ആ ഗ്രൂപ്പിന് ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പൊ അവരുടെ ആ ഒരു പ്രശ്നം കൂടി ഉൾക്കൊള്ളണം നമ്മൾ ഈ റീകൺസ്ട്രക്ഷനിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ സൊസൈറ്റീൻ്റെ ഫിസിക്കലും നോൺ ഫിസിക്കലായിട്ടുള്ള റിക്വയർമെന്റ്സും നമ്മൾ ഷുഡ് അണ്ടർടേക്ക്. മനസ്സിലായല്ലോ, അതും കൂടി നമ്മൾ ഉൾപ്പെടുത്തണം ഒരു റിക്കവറി ഇല്ലെങ്കിൽ റിഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്നാണ് പറയുന്നത്. ഫെയിലിംഗ് ടു അഡ്രസ് ദ ലോങ് ടേം റിക്കവറി കുഡ് ഹാവ് അഡ്വേഴ്സ് കോൺസിക്വൻസസ്. അതായത് നമ്മൾ വളരെ നീണ്ട കാലത്തേക്ക് വേണ്ടി ഒരു റിക്കവറി പ്ലാൻ ഉണ്ടാക്കിയില്ലെങ്കിൽ അത് അതിനേക്കാളും മോശമായിട്ടുള്ള പ്രതിഫലനങ്ങൾ അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതായത് നമ്മൾ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി, എന്നിട്ട് അതിനെ ആ ഒരു സീരിയസ്നെസ് കൊടുക്കാണ്ട് അവിടെ വീണ്ടും എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ട് പോകുന്നു എന്ന് വിചാരിക്കാം. അപ്പം എന്താവും, വീണ്ടും അത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അതിന് എക്സാമ്പിൾസ് പറയുന്നത്, ഇറ്റ് മേ സിംപ്ലി റിസൾട്ട് ഇൻ എ ലാർജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ without the necessary input to help the victims to become psychologically fit, socially ready, and economically self-sufficient, and the necessary links between physical and also social and psychological recovery
മേ ബി ഇഗ്നോർഡ്. എന്താ പറയുന്നത്, ഇറ്റ് മേ സിംപ്ലി റിസൾട്ട് ഇൻ ലാർജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ വിത്തൗട്ട് ദ നെസസറി ഇൻപുട്സ് ടു ഹെൽപ്പ് ദ വിക്ടിംസ് ടു ബിക്കം സൈക്കോളജിക്കലി ഫിറ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് പൈസ മുടക്കിയിട്ട് ഈ ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു വിചാരിക്കാം, ബിൽഡിങ്ങുകൾ കെട്ടുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ജീവിക്കേണ്ട ആൾക്കാരുടെ ഒരു കാര്യം അവർ ശ്രദ്ധിക്കുന്നില്ല. പൊളിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ശരിയാക്കി വെക്കുന്നു. അപ്പോൾ എന്താണ്, അവരെ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു സൈക്കോളജിക്കലി ഫിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഞങ്ങൾക്ക് ഇനി ഒരു ദുരന്തം ഉണ്ടാവില്ല, ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ അവർക്ക് കിട്ടില്ല. കാരണം എന്താണ്, അവർ ജസ്റ്റ് റീകൺസ്ട്രക്ഷൻ ഓഫ് വാട്ട് ബിൽഡിങ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമാണ് അവർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അത് മാത്രമല്ല, സമൂഹത്തിൽ എന്താണ്, അവരെ എക്കണോമിക്കലി റെഡിയാക്കണം അല്ലെ. ഇപ്പൊ അവര് പുറത്തു പോയി കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, യാചിക്കാണ്ട് ഒരു സാധനം വാങ്ങാൻ പറ്റണം. ഒരു ദുരന്തം വന്ന ഒരാൾക്ക് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ. ഒരു ദുരന്തം വന്നു, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു മൈൻഡ് പോയി ഞാൻ ഇക്കണോമിക്കലി ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ള ഒരു തോന്നലൊക്കെ വരണം അല്ലേ. അപ്പൊ നമ്മൾ സോഷ്യലി റെഡി ആക്കണം. വെറും ഈ നമ്മൾ ഫിസിക്കലായിട്ട് കാണുന്ന കാര്യങ്ങൾ മാത്രം റെഡിയാക്കിയിട്ട് കാര്യമില്ല, മെന്റലി ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കേണ്ടത് ഈ റിക്കവറി ഇല്ലെങ്കിൽ റിഹാബിലിറ്റേഷൻ എന്നുള്ള പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. The necessary links between physical and social and psychological recovery may ignored. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ സോഷ്യൽ സൈക്കോളജിക്കൽ റിക്കവറി എന്നുള്ളത് വിട്ടുകളയും. മനസ്സിലായല്ലോ? ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ട ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, വീട് കൊടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ അവരെ കൗൺസിൽ ചെയ്യുക, അവർക്കൊരു ജോലി ഉണ്ടാക്കി കൊടുക്കുക, അവർക്കൊരു വീണ്ടും ഒരു എന്താണ് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ കുറവാണ്. Okay, thus we can say the process of rehabilitation and reconstruction are essentially for a long-term disaster recovery, even though they need always lead to recovery. The problems underlying rehabilitation and reconstruction can even go to stall the recovery process. We will read about the aspect in section. Okay, it is said to over here that rehabilitation and reconstruction are complex process that are determined by the varied parameters. അതായത് ഈ റിഹാബിലിറ്റേഷനും അതേപോലെ റിക്കവറി രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. എന്താണ്, പുനരധിവസിപ്പിക്കുക, നിർമ്മാണം ഉണ്ടാക്കുക. ഇത് രണ്ടെന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. മനസ്സിലായില്ല എന്തുകൊണ്ടാണ് കോംപ്ലക്സ് ആവുന്നത്? നമ്മൾ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം, അതേപോലെ ആളുകളുടെ സൈക്കോളജിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ, ഇങ്ങനെയുള്ള എല്ലാ തലങ്ങളും എല്ലാ ഫേസസും നമ്മൾ അവിടെ അഡ്രസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതാണ് പറയുന്നത്. അപ്പോൾ ഓരോന്നിനെയും അളക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള മെഷേഴ്സിലാണ്. ഓക്കെ, the nature of rehabilitation and reconstruction largely depends on the intensity of damage caused by a disaster in terms of loss of lives and infrastructure. എന്താ പറയുന്നത് ഇവിടെ? പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ റിഹാബിലിറ്റ് ചെയ്യുന്നുണ്ട്, റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്. ഈ കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇത്ര പറഞ്ഞതിൽ തന്നെ. അപ്പോൾ ഇത് ഒരു ഡാമേജിന്റെ ഇന്റൻസിറ്റി, ഒരു അപകടം സംഭവിച്ചു, അതിന്റെ വ്യാപ്തി, അതിന്റെ ആഴം എത്രയാണോ അതനുസരിച്ചാണ് ഈ റിഹാബിലിറ്റേഷനും റീകൺസ്ട്രക്ഷനും നടക്കുന്നത്. മനസ്സിലായല്ലോ? ഇപ്പൊ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായ പോലെ ആയിരിക്കില്ല നമ്മളൊരു കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ റീകൺസ്ട്രക്ഷൻ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അതുപോലെ ആയിരിക്കില്ല ഒരു എർത്ത് ക്വേക്കിന്റെ അവിടെ, അല്ലെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടായെടുത്ത്. എല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ റീഹാബിലിറ്റേഷനും റീകൺസ്ട്രക്ഷനും ചെയ്യുന്നത്. So, the intensity of damage caused by a disaster in terms of loss of life and infrastructure. അപ്പോൾ അത് ആളുകളുടെ മരണത്തിന്റെ അളവിനനുസരിച്ചായിരിക്കാം, ഇല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളം ബിൽഡിങ്ങുകൾ തകർന്നു, എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായി, അതിൻ്റെ അനുസരിച്ചും ആവാം. ഓക്കെ, അപ്പൊ ഇത്രയും മതി ക്ലാസ്സിൽ. അടുത്ത നമുക്കിനി ടൈപ്സ് ഓഫ് റീഹാബിലിറ്റേഷൻ പറയാനുണ്ട്. ഈ റീഹാബിലിറ്റേഷൻ തന്നെ പലതരത്തിലുള്ള ടൈപ്പ് ഉണ്ട്. ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ ഉണ്ട്, സൈക്കോളജിക്കൽ ഉണ്ട്, അതുപോലെ സോഷ്യൽ ഉണ്ട്, പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് റീഹാബിലിറ്റേഷൻ. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റിന്റെ ഫോട്ടോ അയക്കാം, എല്ലാവരും നന്നായിട്ട് വായിക്കണം. അതുപോലെ ഇതിന് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നോട്ട്സ് ഉണ്ടാക്കണം. ഓക്കെ.